സലാം, താങ്കളുടെ സാന്നിധ്യത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, അതിൻ്റെ പരിപാടികളുടെ നിർവഹണം ഒക്കെ കടുത്ത രീതിയിൽ ആക്രമിക്കപ്പെട്ടു. കേരളം ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് ഇപ്പോൾ ബി റജി ആരോപിച്ചിരിക്കുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ എല്ലാ പരിപാടികളെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഉണ്ടാകും എന്ന് പറയുന്ന പ്ലാൻ ബി ഉണ്ടായിട്ടില്ല. താങ്കൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാനിത് ബ്രീഫ് ചെയ്യുന്നത്. ആ പ്ലാൻ ബി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. കിഫ്ബി അടക്കം ബജറ്റിലൂടെ നടക്കേണ്ട പരിപാടികളെ തകിടം മറിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ പ്രളയത്തിന് ശേഷം കേരളത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അത് എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു റിവ്യൂ പോലും നടന്നിട്ടില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ഒരു പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കരുതായിരുന്നു. സർക്കാരിൻ്റെ കാലാവധി വരെയുള്ള ചെലവുകളുടെയും വരവുകളുടെയും കണക്ക് മാത്രം അവതരിപ്പിച്ച് വിട പറയേണ്ടിയിരുന്നു എന്നൊരാരോപണവും അദ്ദേഹം പറഞ്ഞു. ആസൂത്രണ ബോർഡ് അംഗമായ നമ്മുടെ ജിജു മാഷ്, അദ്ദേഹം നേരത്തെ ഇതിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന ഭാഗത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ താങ്കൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഭരണപക്ഷം ഈ ബജറ്റിനെ എങ്ങനെ കാണുന്നു? പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്ന ഇപ്പോൾ പറഞ്ഞതുപോലുള്ള പരമ്പരാഗത ആരോപണങ്ങളെ എങ്ങനെ നേരിടുന്നു? സലാം. പ്രിയപ്പെട്ട ശ്രീ റജി, അദ്ദേഹം പറഞ്ഞ് ഞാൻ നേരിട്ട് കേൾക്കാൻ പറ്റിയില്ല. അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട്. എന്തായാലും ബ്രീഫ് ചെയ്തനുസരിച്ചിട്ട് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഒരു സാമ്പത്തിക വൈദഗ്ധ്യമുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ച പല പോയിന്റിൽ നിന്നുകൊണ്ടും കേരളത്തിലെ കോൺഗ്രസും രാജ്യത്തെ കോൺഗ്രസും ഒരു പൊളിറ്റിക്കലായ ലൈൻ കൂടി സ്വീകരിക്കേണ്ട ഭാഗമാണത്. ഇപ്പോൾ കേരളത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധി ഏത് വേർഡ് ഉപയോഗിക്കണമെന്നുള്ളത് ഇച്ചിരി വേണമെങ്കിൽ തർക്കമുണ്ടാവുള്ളൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും നമുക്കൊരു സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ വരവിനെയും ചെലവിനെയും ബഡ്ജറ്റിൻ്റെ ഭാഗമായി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിലെ സുപ്രധാനമായൊരു ഭാഗം, എന്നെക്കാൾ കൂടുതലായിട്ട് സാമ്പത്തിക വൈദഗ്ധ്യമുള്ള ആളാണെങ്കിൽ അദ്ദേഹം പരിഗണിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വരവ് ഏതെല്ലാം ഹെഡിലാണ്, ചിലവ് ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതാണ്. വരവിനെയും ചിലവിനെ അടിസ്ഥാനമാക്കിയാണല്ലോ ഒരു ബഡ്ജറ്റ് രൂപപ്പെടുത്താൻ സ്വാഭാവികമായിട്ട് പറ്റുക. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ഈ ഗവൺമെൻറ് വന്ന ശേഷമുള്ള, അല്ലെങ്കിൽ സവിശേഷമായി GST ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം കൃത്യമായി നോക്കിയാൽ ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? ഒരു ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരവിൻ്റെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ അതിൽ സ്റ്റേറ്റിൻ്റെ നികുതി വരുമാനം, നികുതിയേതര വരുമാനം, സെൻട്രൽ സ്കീമുകളുടെ ഭാഗമായിട്ടുള്ള ഷെയർ, നമുക്ക് ലഭ്യമായി കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ് തരേണ്ടതായിട്ടുള്ള നമ്മുടെ പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ നികുതി വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ കാര്യത്തിൽ വരവിൻ്റെ ഭാഗമായി ഒരു 3 or 4 ആയിട്ട് ഇങ്ങനെ ഹെഡ് തരംതിരിച്ചു വെച്ചാൽ ഏത് ഭാഗമാണ് ഈ കേരളത്തിലെ കുറവുണ്ടായത്? ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു 3 വർഷം നമ്മൾ നോക്കിയിട്ട് ഏത് ഹെഡാണ് വരവിൻ്റെ ഭാഗത്ത് കുറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ട ഒരു ഉത്തരം. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നമുക്കിപ്പോൾ ആർജിക്കാനാവുന്ന സ്റ്റേറ്റിൻ്റെ നികുതി വരുമാനവും നികുതിയേതര വരുമാനം നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ 3 വർഷം ക്രമാനുഗതമായി എന്താണ് ആ നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ, നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഗൗരവമായൊരു പ്രശ്നം, അതിൽ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷവും കൂടി ഒരുമിച്ചൊരു നിലപാടിലേക്ക് വരേണ്ട കാര്യം, ഒരു സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തുമ്പോൾ സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൽ എവിടെ കുറവ് സംഭവിക്കുന്നു? ആ കുറവ് സംഭവിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് ഈ കേരളത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനമാണ്. ആ വിവേചനം സൃഷ്ടിക്കാൻ അവർ ഓരോ വർഷവും അവർക്ക് പറ്റും വിധം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പത്ത് എങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് അതിന് പാകമാകുന്ന നിലയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നു. അവർ അതിനാവശ്യമായ മാനദണ്ഡം സൃഷ്ടിക്കപ്പെടുന്നു പുതുതായിട്ട്. എന്നിട്ട് പറയുകയാണ് നമുക്കിതാ ഈ വിഹിതം കുറച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഒരു ബഡ്ജറ്റ് എടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ വരവിൻ്റെ ഭാഗത്ത് കാര്യമായി 3 ഈ പറഞ്ഞ പുറകോട്ടുള്ള വർഷമൊക്കെ നോക്കിയാലും നമുക്ക് വെട്ടിക്കുറയ്ക്കപ്പെടുന്നത് കേന്ദ്രവിഹിതമാണ്. ആ കേന്ദ്രവിഹിതം കുറയ്ക്കുന്നതിനെതിരായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ കേരളത്തിലെ കോൺഗ്രസ് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ഒരു പ്രയാസം പറയുന്നുണ്ടോ? പ്രയാസം പറയുന്നില്ല. ഗവൺമെൻറ് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ളതല്ല പ്രശ്നം. ഒരു സ്റ്റേറ്റിനോട് കാണിക്കുന്ന ഫെഡറൽ സംവിധാനത്തെ പോലും തള്ളിക്കളഞ്ഞിട്ട്
ഒരു യൂണിയൻ ഗവൺമെൻറ് സംസ്ഥാനത്തോട് കാണിക്കുന്ന മര്യാദകേടാണ്. അതിൻ്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന കാര്യം ഇതാണ് കേരളത്തിലെ സാമ്പത്തിക ഞെരുക്കമെന്ന് നമ്മളെല്ലാം, അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പല ആൾക്കാരും പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വരവിൽ വരുന്നൊരു കുറവ്. ആ വരവിലെ കുറവ് കേരള ഗവൺമെൻറ് ഭാഗമായുള്ള കുറവല്ല, അത് ഡെവലപ്പ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു, കുറച്ച് വർദ്ധിപ്പിക്കുന്നു. നമ്മൾ യൂണിയൻ ഗവൺമെൻറ് തരേണ്ട വിഹിതം കാര്യമായിട്ട് വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും വരവും ചെലവും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബഡ്ജറ്റിൻ്റെ സംവിധാനത്തിൽ ആ വരവിൻ്റെ ഭാഗത്ത് കാര്യമായൊരു നില കുറയുമ്പോൾ അതിന് പ്രയാസം വരില്ലേ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ നമ്മൾ നോക്കി, ഈ വർഷവും കഴിഞ്ഞ വർഷവും കണക്ക് നമ്മൾ നോക്കൂ, സംസ്ഥാന വിഹിതം കൂടി. GST വന്ന ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാൻ പറ്റുമോ? രണ്ടിനത്തിലല്ലേ നമുക്ക് നികുതി പിരിക്കാൻ പറ്റുന്നുള്ളൂ. കഴിഞ്ഞ 4 ബഡ്ജറ്റ് നമ്മൾ നോക്കൂ, 4 ബഡ്ജറ്റ് ഏതെങ്കിലും ഈ കാര്യമായ വലിയ തരത്തിലേക്കുള്ള ഒരു നികുതി ഭാരം കേരളത്തിലെ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചെറിയ വർധനയൊക്കെ ആയിട്ട് ചില കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ആവശ്യമായ കാര്യമാണ്. ഞാൻ പറയുന്നത് നമുക്ക് യൂണിയൻ ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നം അഭിമുഖീകരിക്കപ്പെടുന്നു. ചിലവ് കുറയുന്നില്ല. ചിലവ് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം നയിച്ച ഗവൺമെൻറ്, ഈ 3 ഗവൺമെൻറ്റിൻ്റെ ചിലവ് നോക്കിക്കോ. ഏറ്റവും ചിലവ് വർദ്ധിച്ച റവന്യൂ ചിലവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ചിലവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കാലമാണ്. അത് നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ കണക്കുകളേറെ ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. ആ വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് സ്റ്റേറ്റിൻ്റെ ചിലവ് കുറച്ചിട്ടില്ല, ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിലർ പറയില്ല, ഇപ്പോൾ UDFൻ്റെ ആക്ഷേപം പറയുന്നതാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് എല്ലാം വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഏതാ വെട്ടിക്കുറയ്ക്കപ്പെടുന്നത്? ഏതെങ്കിലും അദ്ദേഹം പറഞ്ഞ പോലെ പ്രാക്ടിക്കലായ ഒരു സ്കീം, ഒരു പദ്ധതി, ആ പദ്ധതി ഇപ്പോൾ കെ ഫോണിൻ്റെ കാര്യം പറഞ്ഞു, ചില പ്രാക്ടിക്കലായ പ്രശ്നങ്ങൾ ആദ്യഘട്ടം അതിനകത്ത് വന്നിരുന്നു. ഇപ്പോൾ അത് മുമ്പോട്ട് പോവാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ഏതെങ്കിലും ഒരു സ്കീമുകളുടെ ഭാഗമായിട്ട് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അതിൻ്റെതായൊരു പ്രായോഗികമായ പ്രയാസം ഒരുപക്ഷെ ചില പദ്ധതികൾ വന്നേക്കാം. പക്ഷേ പൈസയില്ല എന്ന പ്രശ്നം പറഞ്ഞിട്ട് നമുക്കൊരു കാര്യമായൊരു തടസ്സം വരുന്നൊരു സാഹചര്യം അങ്ങനെ പ്രകടമായി നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന പോലെ കേരളത്തിൽ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിന് റവന്യൂ ചിലവ് ഈ 4 വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ അപേക്ഷിച്ച്, ഈ സർക്കാരിൻ്റെ തന്നെ ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് 5ാമത്തെ വർഷം എത്തുമ്പോൾ, അല്ലെങ്കിൽ 4ാമത്തെ വർഷം എത്തിയപ്പോൾ നമുക്ക് ഈ റവന്യൂ ചിലവ് ഇത്രയും വർദ്ധിക്കില്ലല്ലോ.